ഹായ്. ഇപ്പം നിലവിലെ പുതിയ സർക്കാർ തിങ്കളാഴ്ച അധികാരം വെക്കാൻ പോവാണ്. ഒരുപാട് മന്ത്രിമാരെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ലീഗിന് 5 മന്ത്രിമാർ വേണമെന്നാണ് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നത്. കൊടുക്കുകയില്ലെന്നുള്ളതൊക്കെ കണ്ടറിയാം. ഏതായാലും ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിമാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും കൊടുക്കുകയില്ലെന്നുള്ള ചർച്ചകളിലോട് തീരുമാനിക്കുക. ഏതായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള 5 പുതിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്താണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. കാരണം KSRTC ഇന്ന് ഏകദേശം ഒരു മാസത്തിലധികം 30 കോടി രൂപയിലധികം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ തന്നെ കഴിഞ്ഞ കണക്കനുസരിച്ച് സർക്കാർ തന്നെ ഏകദേശം 5-8 കോടിയെങ്ങാണ്ട് രൂപയോളം സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം നികത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ സ്ത്രീകൾക്ക് മാത്രമായി സൗജന്യ യാത്ര എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരുപക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ആകാംക്ഷയിലാണ്. ഏതെങ്കിലും ധനമന്ത്രിയായിട്ട് VD സതീശൻ തന്നെയാണ് വരാൻ സാധ്യത. രമേശ് ചെന്നിത്തല ആഭ്യന്തരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മന്ത്രിസഭയിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിലെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആകാംക്ഷകൾ കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. VD സതീശൻ ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. 40 വാഹനങ്ങളുടെ അകമ്പടിയോടെയുള്ള യാത്ര ഞാനങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. അത് ജനങ്ങൾ എന്നെ നോക്കി ചിരിക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഒരു ലൈക്ക് കൊടുക്കണം, അല്ലേ? ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ആവശ്യം. ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ കഴിയുന്ന, ആർഭാടങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ കഴിയാത്ത, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ കഴിയുന്ന, അല്ലേ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഏതായാലും സതീശൻ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇനി എത്രത്തോളം ഗോൾ അടിക്കും, പിന്നെ കൂടെയുള്ളവരെ യുവദാസുമാരുടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഇതിപ്പം സതീശൻ ഭരിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് കൂടുതൽ ആളുകളാണ് ഭയങ്കര യുവദാസുകൾ. അതായത് പ്രതിപക്ഷത്തെക്കാളും ഉപരിയായിട്ട് മൂർച്ചയുള്ള വാർഡുകളുമായിട്ട് കുറേ പേര് നിൽപ്പുണ്ട്. അപ്പോൾ അതവരെയും ശ്രദ്ധിക്കണം. അവരെല്ലാം മന്ത്രിസഭയിൽ 1-2 പേരൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്, അല്ലേ? നമ്മളൊക്കെ ചിരിച്ചുകൊണ്ട് നോക്കുന്ന സണ്ണി ജോസഫൊക്കെ ചെറിയൊരു പാരയൊക്കെയാണ്. അതുപോലെ KC വേണുഗോപാലിൻ്റെ അടുത്ത ആളാണ് വിശ്വനാഥ്. ഇവരൊന്നും പാരയൊന്നും വെക്കാം. നേരാമണ്ണം അങ്ങനെ ഭരിക്കാൻ നിന്നാൽ കേരളം നന്നാവും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മൊത്തത്തിലടിയായിരിക്കും. നിങ്ങൾ ആലോചിച്ചു KSRTCയെ കുറിച്ച് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായമുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണം. അത് എങ്ങനെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTCക്ക് ഈ സ്ത്രീകളുടെ ഭാരിച്ച ടിക്കറ്റ് കൂടി ഫ്രീ ആക്കി കൊടുത്താൽ അതെങ്ങനെ മുന്നോട്ട് ഉണ്ടാകുന്നതിനെ കുറിച്ച് എത്ര തല കൊണ്ടിട്ട് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. കാരണം KSRTC കാലാകാലങ്ങളായ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രതിമാസം 30 കോടി രൂപയോളം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ നിലവിലുള്ള സാഹചര്യം വെച്ച് ഗണേഷ് കുമാർ കുറച്ചൊക്കെ പരിഷ്കരണം വരുത്തി പുതിയ പുതിയ ബസ്സുകളൊക്കെ കൊണ്ടുവന്ന് ഒന്ന് മൂവ്മെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളി ഇപ്പൊ തോറ്റുപോയി. അവിടെ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആര് ചെയ്താലും നല്ലതായിട്ട് പറയണം, അല്ലേ? ഇപ്പം ഞാനിങ്ങനെ ഓരോ പോസ്റ്റുകളും ഇതൊക്കെ ഇടുമ്പോഴേ എൻ്റെ കുറേ സുഹൃത്തുക്കളും ബന്ധുക്കളായ ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ക്രിസംഗിക്ക് എന്താണ് ഇതിൽ കാര്യം? ഞാനൊരു ക്രിസംഗിയല്ല കേട്ടോ. ഈ ചില ആൾക്കാർ ഈ ചാപ്പ അടിക്കുന്നൊരു സ്വഭാവമുണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കയറി ചാപ്പ അടിക്കുക. ആ പരിപാടി നമ്മുടെ അടുത്ത് വേണ്ട. അത് 4 മടക്കി ഞങ്ങളുടെ കൈ വെച്ചു. ഞാൻ ശരിക്കും പറയൊരു എന്താ പറയണ്ടേ, ഒരു രാഷ്ട്രീയ നിരീക്ഷ വിദ്യാർത്ഥിയാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൊതുജനത്തോടും സ്നേഹത്തോടെ സംസാരിക്കുന്നു, അത്രമാത്രം. അല്ല, വേറൊന്നുമില്ല. നിഷ്പക്ഷ രാഷ്ട്രീയം തന്നെയാണ് എനിക്കിഷ്ടമുള്ളത്. നല്ലത് ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. മോശം ചെയ്താൽ മോശമുള്ള കാര്യം പറയും. ഓക്കെ, നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ ഈ പുതിയ മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് നീണ്ടുപോയ പോലെ ഏതായാലും മന്ത്രിസഭാ രൂപീകരണത്തിന് അധികം നീളം വേണ്ടി വന്നില്ല എന്നത് സ്വാഗതാർഹമാണ്. ഓക്കെ, താങ്ക് യു. അഭിപ്രായം നിങ്ങൾ പറയുക. എങ്ങനെ KSRTC എങ്ങനെ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് മന്ത്രിസഭ ആലോചിക്കും, നമ്മളൊന്നും ആലോചിക്കണമല്ലോ, അല്ലേ? ഓക്കെ, താങ്ക് യു.